തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തൃക്കാക്കര എൻ.ഡി.എ സ്ഥാനാർത്ഥി അഖിൽ മാരാർക്കും സംഘത്തിനും നേരെ ആക്രമണം. പോസ്റ്ററുകൾ വലിച്ചുകയറി അക്രമി മുതിർന്ന ബി.ജെ.പി പ്രവർത്തകനെ ആക്രമിച്ചു. കലാപമായിരുന്നു ലക്ഷ്യമെന്നും പരാജയ ഭീതി പൂണ്ടാകും ആക്രമണമെന്നും സ്ഥാനാർത്ഥി പറയുന്നു. വിവരങ്ങൾ നൽകാനായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മറവിൽ അല്ലേ? അതെ, പറഞ്ഞു വെക്കുന്നുണ്ട് പരാജയ ഭീതി ഉണ്ടാകും. കാരണം അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ഒരു സമയത്ത് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എൻ.ഡി.യുടെ ഭാഗത്തു നിന്നുള്ള പ്രചാരണം അതിശക്തമായി മുന്നോട്ട് പോകുന്നു. അത് മാത്രമല്ല, ഈ തൃക്കാക്കര എന്ന് പറയുന്നത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടതാണ് എന്താണ് തൃക്കാക്കരയിൽ സംഭവിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പരാജയ ഭീതി ഇടത് വലത് മുന്നണികളെ ഉടലെടുക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ അറിവുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വോട്ട് മറിക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജയിച്ചു കയറുക, ആ ഒരു ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ ചെയ്ത് ജയിച്ചു കയറുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവിലും ഇതുപോലെ തന്നെ അവരുടെ പ്രചാരണ വാഹനത്തെ പോലീസാണ് അവിടെ തടഞ്ഞത് എന്നുള്ളതാണ് അല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസും ഇതിനൊപ്പം ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്കും എവിടെയോ ഒരു പേടി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാലും വിവരങ്ങൾ നൽകാനായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, എങ്ങനെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം? കാരണം പരാജയ ഭീതി പൂണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ബി.ജെ.പി പ്രവർത്തകനെ ആക്രമിച്ചു എന്നും മനസ്സിലാക്കുന്നു. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം നിഷ? അഞ്ജന, രാഖി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തിരക്കിട്ട പ്രചാരണത്തിലുമാണ്. പലയിടങ്ങളിലും എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ ഈ പ്രചാരണത്തിലൊക്കെ വളരെ മുന്നിലാണ്. തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആ സമയം മുതൽ തന്നെ അഖിൽ മാരാർ അവിടെ സജീവമാണ്. തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ പ്രചാരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പ്രചാരണം ഇപ്പോൾ മൂന്നാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇന്നലെ അഖിൽ മാരാറുടെ പ്രചാരണം കടന്നുപോയത് തൃക്കാക്കരയിലെ വാഴക്കാല എന്ന സ്ഥലത്ത് കൂടെയാണ്. വാഴക്കാലയിൽ പ്രചാരണം ഉണ്ടായിരുന്നു. വാഴക്കാലയിലെ മുസ്ലിം പള്ളിക്ക് സമീപം എത്തിയപ്പോൾ അവിടെ ഒരു യുവാവ്, ഒരു മുസ്ലിം നാമധാരിയായ യുവാവ് അവിടെ എത്തുകയും ഈ എൻ.ഡി.എയുടെ അല്ലെങ്കിൽ അഖിൽ മാരാറിന്റെ പോസ്റ്ററുകൾ വലിച്ചു കീറുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ആ യുവാവ് പോസ്റ്ററുകൾ വലിച്ചു കീറാൻ തുടങ്ങുകയും ചെയ്തു. ഒപ്പം ആ സമയത്ത് അഖിലിന്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ.ഡി.എ ബി.ജെ.പി പ്രവർത്തകർ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്താൻ ശ്രമിച്ചു. ആ സമയത്ത് ഈ യുവാവ് പാഞ്ഞെത്തുകയും ഹെൽമെറ്റ് കൊണ്ട് ഈ ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ആളെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ വലിയ ഒരു കലാപം, അതായത് വാഴക്കാലയിലെ മുസ്ലിം പള്ളിക്ക് സമീപം വലിയൊരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ആ യുവാവിൻ്റേത്. ഇയാൾ മലപ്പുറത്ത് നിന്ന് എത്തിയ യുവാവ് ആണ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പി പ്രവർത്തകർ തൃക്കാക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനെ കൂടുതലായി ഇതിൻ്റെ ദൃശ്യങ്ങൾ ഒന്നും ചിത്രീകരിക്കാനായിട്ട് ബി.ജെ.പി പ്രവർത്തകർക്ക് ആ സമയം അവിടെ ഉണ്ടായിരുന്നവർക്ക് കഴിഞ്ഞില്ല. കാരണം ഒരു വലിയ കലാപത്തിലേക്ക് പോകുമായിരുന്ന ഒരു അന്തരീക്ഷം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബി.ജെ.പി പ്രവർത്തകർ സംയമനം പാലിച്ചതുകൊണ്ട് മാത്രം ഒരു വലിയ കലാപത്തിലേക്ക് ഇന്നലെ ആ ഒരു സംഭവം പോയില്ല. മനഃപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു സംഘടിത ശ്രമമായിരുന്നു അവിടെ നടന്നതെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. കാരണം ആ ഒരു മുസ്ലിം പള്ളിക്ക് സമീപം അഖിൽ മാരാറുടെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു, തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. അത് വലിച്ചു കയറാനുള്ള ശ്രമമെന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചും മറ്റൊരു ജില്ലയിൽ നിന്ന് എത്തിയ ഒരാളിവിടെ സംഘടിതമായ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്ന് പറയണം. കാരണം ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അവിടെ നാട്ടുകാരൊക്കെ കൂടി, ആ നാട്ടുകാരും എല്ലാവരും സംയമനത്തോടു കൂടി ആ ഒരു സന്ദർഭം കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രം അവിടെ ഒരു കലാപം ഉണ്ടായില്ല. അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ബി.ജെ.പി പ്രവർത്തകരുടെ സംയമനം മൂലം അവിടെ നടന്നില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല ഇതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് ഈ യുവാവ് ഭീഷണി മുഴക്കുകയും ഒപ്പം തന്നെ പോസ്റ്ററുകൾ വലിച്ചു കയറുകയും ഒക്കെ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ ആ പരിസരങ്ങളിലെ CCTV പരിശോധിച്ചാൽ പോലീസിന് ലഭിക്കുന്നതാണ്. എന്തായാലും ബി.ജെ.പി സ്ഥാനാർത്ഥി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ യുവാവ് മലപ്പുറത്തുള്ള ആളാണ്. ഇയാളെ കണ്ടുപിടിക്കണമെന്നും ഇത്തരത്തിൽ മനഃപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാനുള്ള അതിനെതിരെ കേസ് എടുക്കണമെന്നൊക്കെയാണ് ആവശ്യം. എന്തായാലും ഇന്നലെ ഈ തൃക്കാക്കര എന്ന് പറയുമ്പോൾ ഈ ജാതി മത സമവാക്യങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുന്ന ഒരു മണ്ഡലമാണ്. തനിക്ക് പലയിടങ്ങളിലും മുൻതൂക്കമുണ്ട്. വ്യത്യസ്ത ജാതിയിൽ നിന്നുള്ള വ്യത്യസ്ത മതത്തിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ സ്വീകരിക്കുന്നത് കണ്ടിട്ട് പരാജയ ഭീതി മൂലമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം, സംഘടിതമായ ഒരു ആക്രമണത്തിന് മുതിർന്നതെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. എന്തായാലും തൃക്കാക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായും പോലീസിന് ഈ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കലാപം ഉണ്ടാക്കാൻ കരുതിക്കൂട്ടി തന്നെ വന്ന ആ യുവാവിനെ കൃത്യമായി തന്നെ മനസ്സിലാവും. എന്തായാലും ദൃശ്യങ്ങൾ തെളിവായിട്ട് മുന്നിലുണ്ട് എന്ന് സ്ഥാനാർത്ഥി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലേ? അപ്പോൾ കൃത്യമായി ഒരു പരിശോധന നടന്നാൽ അതിലൊരു നടപടി എത്രയും വേഗം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. തൃക്കാക്കര NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർക്കും സംഘത്തിനും നേരെയാണ്
ആക്രമണം ഉണ്ടായത്. എന്തായാലും ഇത് സംബന്ധിച്ച് പരാതി പോലീസിന് മുന്നിൽ എത്തിയിട്ടുമുണ്ട്. ഇനി നടപടിയെടുക്കേണ്ടത്